ഹലോ, ലോകത്തെമ്പാടുമുള്ള ചുള്ളമാർക്കും ചുള്ളത്തികൾക്കും വേണ്ടി, ജീവിതം ഒരു ആഘോഷമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടി ലണ്ടനിലെ ഓരോ ജംഗ്ഷനും പരിചയപ്പെടുത്തി തരാനും ഇവിടെയുള്ള യൂഷ്വൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസിനും അതിനു പുറമേയുമുള്ള കാഴ്ചകൾ കാണാനും പല എക്സോട്ടിക് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് നുണയാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെന്തിനാ കാത്തിരിക്കുന്നേ? നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിലും പുതിയതും വ്യത്യസ്തവുമായ ഒരു പ്രോഗ്രാമുമായി ഞാൻ വരുന്നു. ഇനി ഞാൻ ആരാണെന്നല്ലേ? I'm RJ Maria. So what are you waiting for? On your marks, get set, go. Let's explore London. നമ്മുടെ കൂടെ ട്രാവൽ പടിയായി ഒരു കമ്പനിക്ക് ജാക്കിയുമുണ്ട്. മറക്കേണ്ട, എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിൽ ലണ്ടൻ ഡയറീസ്. ഹലോ ബഡീസ്, ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ ലിസണേഴ്സും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാൻ RJ മരിയാണ്. ലണ്ടൻ മലയാളം റേഡിയോയിൽ ലണ്ടൻ ഡയറീസുമായി ഈ ഒരു മണിക്കൂർ നിങ്ങളുടെ കൂടെയുള്ളത്. ഈ ഓസം ഏപ്രിൽ എല്ലാവർക്കും അങ്ങ് പെരുത്തിഷ്ടായി തന്നെ കരുതുന്നു. നല്ല വെതറും കുറച്ച് ഹോളിഡേയ്സ് ഒക്കെ ആയി നല്ലൊരു മാസം തന്നെയായിരുന്നു ഇത്. പക്ഷെ ദേ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഇതും തീരാറായി. ഇന്ന് April 25, ഏപ്രിലെ ലാസ്റ്റ് ചൊവ്വാഴ്ച. എന്താ അല്ലേ ഈ സമയം എന്ന് പറയുന്നത്? വെറുതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലണ്ടൻ മാരത്തൺ ഒക്കെ ഈ മാസമാണെന്ന് ഏപ്രിൽ മാസത്തിന് മനസ്സിലായി കാണും. അതാണ് അങ്ങോരും ഈ ഓട്ടടാ ഓട്ടം. പിന്നെ നമ്മുടെ സെയിന്റ് ജോർജസ് ഡേ, അതും കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. അങ്ങനെ മൊത്തം ഏപ്രിൽ ഒരു ഓട്ടമാണ്. പിന്നെ എങ്ങനെയാ പെട്ടെന്ന് ഈ മാസം തീരാതിരിക്കുക അല്ലെ? വെതർ വൈസും ലണ്ടനിൽ നല്ലൊരു സമയം കൂടിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നടന്ന ലണ്ടൻ മാരത്തണും അതുപോലെ സെയിന്റ് ജോർജസ് ഡേ ഒക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും പോയിരുന്നോ ലണ്ടൻ മാരത്തണിന്? നല്ല ചോദ്യല്ലേ എന്റെ മരിയ. ലണ്ടൻ ഡയറീസ് റീടെലികാസ്റ്റ് ചെയ്യുന്നത് സൺഡേ അല്ലേ, അപ്പൊ പിന്നെ മിസ്സാക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ കുറെ വിദ്വാൻമാരും വിദുഷകളും ഒക്കെ ഉണ്ട് നമ്മുടെ ഇടയില്. എന്റെ തലയിൽ തന്നെ കിടക്കട്ടെ ആ സ്വർണ്ണപ്പതക്കം. പക്ഷെ പോയ ചില മലയാളികൾ ഉണ്ട് കേട്ടോ. ഷെഫീൽഡിൽ നിന്നുള്ള ബിജു, ജെനി, മിഡ്ലൻഡ്സിൽ നിന്നുള്ള സംഗീത, അനു. മിഡ്ലൻഡ്സ് എന്നൊക്കെ ഇവിടെ വന്ന് ലണ്ടൻ മാരത്തൺ ചെയ്യുന്നവരെ സമ്മതിക്കണം. പിന്നെ ലണ്ടനിൽ തന്നെയുള്ള മുകുന്ദ്, സാൻഡി ആൻഡ് ഗാങ്, അങ്ങനെ കുറെ പേര്. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. ചില്ലറ ഒന്നും അല്ലാട്ടോ നടക്കുക ഓടേണ്ടോ ചെയ്യേണ്ടത്. 26 മൈൽസ്, അതായത് 42 കിലോമീറ്റർ ആണ് ഇവർക്ക് ഫിനിഷ് ചെയ്യാനുള്ളത്. അതായത് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തൃശ്ശൂർ വടക്കുന്നാഥനെ കാണാൻ നടന്നു പോയാൽ തന്നെ 30 കിലോമീറ്ററേ വരുള്ളൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ ഞാൻ പറഞ്ഞുതരാം. എറണാകുളം ടു കോട്ടയം ഏകദേശം അത്രയ്ക്ക് വരും ഇത്. അയ്യോ എന്ന് പറഞ്ഞ് ചെവി പൊത്താൻ നിൽക്കണ്ട. നമുക്ക് ഏതായാലും ഒരു പാട്ട് കേട്ട് നല്ല ആഘോഷമായിട്ട് തന്നെ തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കാണാതെ ചുണ്ടത്തെ ചെമ്പകം മുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. മിഴികളിൽ ഇതളിട്ടു നാണം നീ, മഴയുടെ ശ്രുതിയിട്ടു മൗനം. நறுமணி பொன்வெயில் நான் முழம் நேரியதால் அழகே நின் தாருண்யம் மூடவே. நிறமுள்ள ராத்திரிதன் மிழிவுள்ள தூவலில் தனுவணி பொன்னிரல் கழுகுന്ന മാത്രയിൽ കാണാ കാറ്റിൻ കണ്ണിൽ നിന്നെ പൊന്നിൻ നക്ഷത്രം, മിന്നിൻ നക്ഷത്രം.
കാണാതെ ചുണ്ടത്തെ ചെമ്പകം മുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. കളഭസുഗന്ധമായി പിന്നെയുമെന്നെ നിൻ തുടുവർണ്ണ കുറിയായി നീ ചാർത്തവേ. മുടിയിലെ മുല്ലയായി മനസ്സിലെ മന്ത്രമായി കതിരിടുമോർമ്മയിൽ കണിമണിക്കൊന്നയായി ഉള്ളിനുള്ളിൽ താനേ പൂത്തു പൊന്നിൻ നക്ഷത്രം. ഓ വെണ്ണിൻ നക്ഷത്രം. ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. മിഴികളിലിതളിട്ടു നാണം നീ മഴയുടെ ശ്രുതിയിട്ടു മൗനം. അകലേ മുകിലായി നീയും ഞാനും പറന്നുയർന്നു, ഓ പറന്നുയർന്നു. ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം. തൊട്ടു ഞാൻ. London Malayalam Radio, United Malayalis Entertainer. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. യു ആർ ലിസണിംഗ് ടു ലണ്ടൻ ഡയറീസ്. ഞാൻ ആർജെ മരിയയാണ് നിങ്ങളുടെ ഒപ്പം. സോ നമ്മൾ ലണ്ടൻ മാരത്തന്റെ കാര്യമാണ് പറഞ്ഞു വന്നിരുന്നത്. പങ്കെടുത്തവർക്കും പരിശ്രമിച്ചവർക്കും എ ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് എ വെരി ബിഗ് സല്യൂട്ട് ഫ്രം ഓൾ ഓഫ് us. അടുത്ത വർഷമാവട്ടെ, നമുക്കും ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? ഞാനും വരാം, ഒരു കൈയൊക്കെ നോക്കാം. ഇതൊക്കെ ഭയങ്കര ഈസിയാന്നേ, ഒന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി. നമുക്കൊരു ഡിറ്റർമിനേഷൻ വേണം, പിന്നെ അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാനൊരു രഹസ്യം പറയാം. ഞാൻ അഡ്വൈസ് തരാൻ മാത്രാട്ടോ ഭയങ്കര മിടുക്കി. അത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദേ കിടക്കണം. പണ്ടത്തെ ശങ്കരൻ പിന്നെയും തെങ്ങുമേ എന്ന് പറഞ്ഞ പോലെ. അതൊക്കെ പോട്ടെ, നമുക്ക് ഏതെങ്കിലും കൊല്ലത്തിൽ ഈ മാരത്തണൊന്ന് ആഞ്ഞു പിടിപിടിക്കാം. ഇനി ഈ മാരത്തന്റെ റൂട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ലണ്ടനിലെ മിക്ക മധ്യഭാഗങ്ങളും മോർ ദാൻ ദാറ്റ് ഓൾമോസ്റ്റ് എല്ലാ ഐക്കൺസും അവർ കവർ ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം ഞാൻ പോയിട്ടുണ്ടല്ലോ എന്ന് അഹങ്കരിച്ചൊക്കെ നിൽക്കുമ്പോഴാണ് ഒരു പടുകൂറ്റൻ സാധനം കണ്ണിപ്പെട്ടത്. അഹങ്കാരം കൊണ്ട് പൊങ്ങിയ തല അങ്ങനെ തന്നെ താണു. ഇതൊരു പുതിയ ഒരു ഐക്കൺ ആയിട്ട് തന്നെ പറയാം, അല്ലെങ്കിൽ ഒരു ഐക്കൺ ലിസ്റ്റിൽ 4 കൊല്ലം ആയിട്ടുള്ളൂ കയറിയിട്ട്. ബട്ട് ആ മെജസ്റ്റിക് ലുക്ക് തന്നെ മതി ഏത് ടൂറിസ്റ്റുകളെയും അങ്ങോട്ട് ആകർഷിക്കാൻ. ഇനി ഏതാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒത്തിരി കാട് കയറാൻ നിൽക്കണ്ട, ഞാൻ പറയാം. എന്നാൽ പറയുന്നതിന് മുൻപ് ഒരു പാട്ട് കേട്ട് തിരിച്ചു വന്നോളൂ. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻകരിക്കിലെ തുള്ളി പോൽ തുള്ളാതടി തുളുമ്പാതടി തമ്പുരാട്ടി.
കൊഞ്ചാതടി കുണുങ്ങാതടി കുറുമ്പുകാരി. നെഞ്ചിലൊരു കുഞ്ഞിളം തുമ്പി പെണ്ണോ തുള്ളുന്നു. ചെല്ലച്ചെറു ചിങ്കിരിപ്പൂവായി താളം തുള്ളുന്നു. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ ഇല്ല കഥ ചൊല്ലാതെടിയോലവാലി. വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി. മിനുമിനുങ്ങണ കണ്ണി കുഞ്ഞു മിന്നാമിന്നികളാണോ? തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ? ഏലമലക്കാവിൽ ഉത്സവമായോ നീലനില പെണ്ണേ? അമ്മാനമാടി വരൂ പൂങ്കാറ്റേ, നിന്നോമലൂയലിൽ ഞാനാടിടാം. മാനേ പൂന്തേനെ നിന്നെ കളിയാക്കാൻ പൊന്നാതിര പോറ്റും ചെറുകാണാക്കുയിൽ പാടി. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ ഇല്ല കഥ ചൊല്ലാതെടിയോലവാലി. വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി. കരിമഷിക്കണ്ണൊന്നെഴുതാൻ പുഴ കണ്ണാടിയായി നോക്കി. കൊലുസുകൾ കൊഞ്ചിച്ചണിയാൻ നല്ല മുത്താരവും തേടി. പൂവനിയിൽ മേയും പൊന്മകളെ നിൻ പൊന്നിതളായി ഞാനും. പൂമ്പാളക്കുമ്പിളിലെ തേൻ തായോ തൂവാനത്തുമ്പികളെ നീ വായോ. ദൂരെ വിണ്ണോരം തിങ്കൾ പൊലിയാറാം. എന്നുള്ളിൽ കുളിരാർന്നൊരു മോഹം വിരിയാറാം. കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻകരിക്കിലെ തുള്ളി പോൽ തുള്ളാതടി തുളുമ്പാതടി തമ്പുരാട്ടി. കൊഞ്ചാതടി കുണുങ്ങാതടി കുറുമ്പുകാരി. നെഞ്ചിലൊരു കുഞ്ഞിളം തുമ്പി പെണ്ണോ തുള്ളുന്നു. ചെല്ലച്ചെറു ചിങ്കിരിപ്പൂവായി താളം തുള്ളുന്നു. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ ഇല്ല കഥ ചൊല്ലാതെടിയോലവാലി. വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ ആഭരണങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഇതൊക്കെ നാട്ടിൽ വെച്ചിട്ട് പോന്നാ പോരായിരുന്നോ? അതിനെന്നാത്തിനയച്ചാൻ ഇപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതിനല്ലേ ഇവിടെ UAE എക്സ്ചേഞ്ച്. നീ എന്നതാ ഈ പറയുന്നേ? അതെ ഇച്ചായ, UAE എക്സ്ചേഞ്ച് പുതിയതായി ഒരു ഗോൾഡ് ലോക്ക് സംവിധാനം കൊണ്ടുവരുന്നു. ഓ, അതൊക്കെ വലിയ ചെലവുള്ള കാര്യങ്ങളായിരിക്കും. ഇല്ലെന്നേ, ദിവസം വെറും 22 പെൻസ് പോലും ആകില്ല. മാത്രവുമല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ സൗകര്യം ലഭ്യവുമാണ്. UAE Exchange UK introduces safe deposit lockers at their Wembley branch. Phone 0203 07 87623. UAE എക്സ്ചേഞ്ച്. UAE Exchange. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. യു ആർ ലിസ്ണിംഗ് ടു ലണ്ടൻ ഡയറീസ്. ഞാൻ ആജയ് മരിയാണ് നിങ്ങളുടെ കൂടെ. ഞാൻ മറന്നിരുന്ന അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയ ഒരു ന്യൂ ഐക്കണിനെ പറ്റിയായിരുന്നു ലാസ്റ്റ് സെഗ്മെന്റിൽ പറയാനുള്ള പടക്കത്തിന് തീ കൊളുത്തിവിട്ടത്. അത് മറ്റൊന്നുമല്ല, ദ ഷാർഡ് ഓഫ് ഗ്ലാസ് എന്നും ഷാർഡ് ലണ്ടൻ ബ്രിഡ്ജ് എന്നും ലണ്ടൻ ബ്രിഡ്ജ് ടവർ എന്നൊക്കെ പലരും പറയുന്ന
സെയിം സംഭവം. 95 സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു സ്കൈ സ്ക്രൈപ്പർ അല്ലെങ്കിൽ അമ്പരചുംബിയായ ഒരു കെട്ടിട സമുച്ചയം. 1016 ഫീറ്റ് ഹൈറ്റോടെ ഇത് UK-യിലെ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്. ഈ 95-ൽ 72 വാസയോഗ്യവുമാണ്. 72ാമത്തെ ഫ്ലോറിൽ, അതായത് 802 അടി ഉയരത്തിൽ ഒരു ഒബ്സർവേഷൻ ഡെക്കും ഉണ്ട് ഇവർക്ക്. ഞായറാഴ്ച ആണെങ്കിലും എന്തായാലും പോണം എന്ന ആഗ്രഹം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് കരുതിക്കൊണ്ടൊക്കെ എന്ത് വന്നാലും കയറണമെന്ന് ഞാൻ കരുതി. ഓൺ ദി ഡേ ആയതുകൊണ്ട് ടിക്കറ്റ് പ്രൈസ് £30 ആയിരുന്നു. പക്ഷെ അവർക്ക് അഡ്വാൻസ് ആയി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ £25, ഇനി സ്പ്രിംഗ് സേവർ ടിക്കറ്റ്സ് £15 ലഭ്യമാണ്. എഗെയിൻ ഉള്ളിലോട്ട് കയറാൻ സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നി കേട്ടോ. ഇപ്പൊ ഈ ഒത്തിരി ടെറർ അറ്റാക്ക് ഒക്കെ നടക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഒത്തിരി പാടാണ്, പക്ഷെ വളരെ ക്വിക്കും ആണ്. പിന്നെ മുകളിലോട്ട് പോകാൻ 2 ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് ആണെങ്കിൽ സൂപ്പർ ഫാസ്റ്റും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, ദ വ്യൂ ഈസ് അൺബിലീവബിൾ. ഹോൾ സിറ്റി ഒക്കെ നമ്മുടെ കാലിന്റെ ചുവട്ടിലും അങ്ങനെ നിൽക്കുന്നത് കാണാൻ മാഷേ, അതാണ് കാണേണ്ട കാഴ്ച. ഇതുണ്ടാക്കിയ മനുഷ്യന്മാരെയും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത എല്ലാവരെയും ഒക്കെ അറിയാണ്ട് തന്നെ നമിച്ചു പോകുന്നത് ഇപ്പോഴൊക്കെയാണ്. സോ നിങ്ങളൊരു നല്ല പാട്ട് കേട്ട് ആസ്വദിച്ച് തിരിച്ചു വന്നോളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺ വിത്ത് ലെവൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, 59 കൊമ്പന്മാരുടെ പൂരം. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, 59 കൊമ്പന്മാരുടെ പൂരം. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. അവാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിനോളം. പാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിനോളം. പൂരം കാണാൻ നീയും പോരടി പെണ്ണേ. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. ധന ധിന ധന ധന ധിന ധന ധന ധിന ധന ധിന ധന ധിന ധ. കാണിക്കുന്നിറങ്ങി കൈതത്തോടും താണ്ടി പെണ്ണെ ഞാൻ കൊണ്ടുപോകാം നിന്നെ. മഞ്ഞിൻ മണിയുതിരും ലാവിൻ നാട്ടുവഴി പെണ്ണെ ഞാൻ കൊണ്ടുപോകാം നിന്നെ. നീലമാല പോലെ മിന്നാമിന്നിക്കൂട്ടം, ആ ചക്കരപ്പാടം നീളെ തോരണങ്ങൾ തീർത്തേ. കേട്ടില്ലേ നീ കാറ്റിന്റെ മംഗല്യരാഗം, ആ മുളങ്കൂട്ടിലെ കിളിപ്പെണ്ണിന് കല്യാണരാവ്. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. കയ്യിൽ കുപ്പിവള, കണ്ണിൽ കരിമഷിയും, പെണ്ണിന് മൂക്കുത്തിച്ചേല്. ചിലമ്പിൻ മണ്ണിക്കിലുക്കി കാൽത്തള താളം കൊട്ടി പൂരത്തിന് പോണു പൂഞ്ചോല. കല്ലുമാല ചാർത്തി ചാന്ത് പൊട്ടു കുത്തി, ഓടിച്ചേല ചുറ്റി കാത്തു നിൽക്കണ നീലി. വന്നില്ലേ നിന്മാരന്റെ കോതുമ്പു വള്ളം, ഈ വിളക്കൂതാൻ കാത്തു നിൽക്കണ താൻ തോന്നിക്കാറ്റ്. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. പാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിനോളം. അവാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിനോളം. പൂരം കാണാൻ നീയും പോരടി പെണ്ണേ. അമ്പലക്കര തെച്ചിക്കാവില് പൂരം,
അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. UK-യിൽ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ് കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 മാഞ്ചസ്റ്റർ 01617483335. Our website www.lawandlawyers.co.uk. Law and Lawyers. Law and Lawyers Solicitors. ഗോവിന്ദ ഗോവിന്ദ ആലാലെ ഗോവിന്ദ അങ്ങാടി പാട്ടിന്റെ മേളന്ത. ഗോവിന്ദ ഗോവിന്ദ ആലാലെ ഗോവിന്ദ അങ്ങാടി പാട്ടിന്റെ മേളന്ത. അലറെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. അലറെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിനുങ്ങും ഗോവിന്ദ, സങ്കരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ. ഏ പോലോ പോലോ രാധേ പൊട്ടേ തിത്തിത്താരം തൊട്ടെന്ന നേരു നേരു നെഞ്ചിൽ തുള്ളാട്ടം. ഏ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലോല തിരുത്താമ ഗോവിന്ദ. ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ ആലോല തിരുത്താമ ഗോവിന്ദ. അലറെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. മുന്നിൽ നൃത്തം വയ്ക്കുന്നേ, മുത്തിൽ മുത്തം വയ്ക്കുന്നേ, മേലെ മൂവന്തിപ്പൂ മച്ചിൻ മേലെ ചായം പൂശുന്നേ. മുന്നിൽ നൃത്തം വെക്കുന്നേ, മുത്തിൽ മുത്തം വെക്കുന്നേ, മേലെ മൂവന്തിപ്പൂ മച്ചിൻ മേലെ ചായം പൂശുന്നേ. താളത്തിൽ തങ്കത്തരിവള കൊട്ടിപ്പാടുന്നേ, താനേ തൂക്കും താരാസന്ധ്യ നീ പോരുന്നേ. താളത്തിൽ തങ്കത്തരിവള കൊട്ടിപ്പാടുന്നേ, താനേ പൂക്കും താരാസന്ധ്യ നീ പോരുന്നേ. ഹേ ഗോവിന്ദ ഗോവിന്ദ ഹേ ഗോപാല ഗോവിന്ദ ഗോവിന്ദ. ഈ നാലും കൂടണ കവലകളിൽ, ഈ നഗര നിലാവിൻ കുമിളകളിൽ, ഓ രാധാകൃഷ്ണ ലീല കൃഷ്ണ നീയേ സൗഭാഗ്യം. ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ ആലോല തിരുത്താമ. അലറ് ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. കാറ്റിൻ മഞ്ചൽ മൂളുന്നേ, എങ്ങും പൊങ്ങിപ്പാറുന്നേ, നിന്റെ ഡോലി മുഴക്കും പാങ്കണതാളം പാൻസുരി തന്മേളം. ഓ കാറ്റിൻ മഞ്ചൽ മൂളുന്നേ, എങ്ങും പൊങ്ങിപ്പാറുന്നേ, നിന്റെ ഡോലി മുഴക്കും വാങ്കിടതാളം ഭാംസുരി തന്മേളം. ഏ ഭയ്യാ ബണ്ട
പണ്ടരി പയ്യ നല്ല ഭജൻ പാടാ ദൂരെ ദൂരെ ദൂരത്തായി നിൻ പൂപ്പാദം തേടാ ഹേ പയ്യ പണ്ടരി പയ്യ നല്ല ഭജൻ പാടാ ദൂരെ ദൂരെ ദൂരത്തായി നിൻ പൂപ്പാദം തേടാ ഹേ ഗോവിന്ദ ഗോവിന്ദ ഹേ ഗോപാല ഗോവിന്ദ ഗോവിന്ദ. ഈ പാട്ടും കൂത്തും കുഴൽ വിളിയും ഈ തെരുവിൽ തുടരണൊരുത്സവവും ഹേ രാധാകൃഷ്ണ ലീല കൃഷ്ണ നീയേ സൗഭാഗ്യം. ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ ആലോല തിരുത്താമ ഗോവിന്ദ അല്ലറേ ഗോവിന്ദ ഗോവിന്ദ ആല ഗോവിന്ദ അലറെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിനുങ്ങും ഗോവിന്ദ ശങ്കരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ ഏ പോലോ പോലോ രാധേ പോ ഏ ദിത്തിത്താനം തൊട്ടെന്ന നേരോ നേരോ നെഞ്ചിൽ തുള്ളാട്ടം ഏ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലോല തിരുത്താമ ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ ആലോല തിരുത്താമ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലോല തിരുത്താമ ഗോവിന്ദ. ലണ്ടൻ മലയാളം റേഡിയോ. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ ലണ്ടൻ ഡയറീസുമായി ഇത് ഞാൻ ആർജെ മരിയാണ്. നമ്മൾ UK-യിലെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള സ്കൈ സ്ക്രൈപ്പർ ഷാർഡിനെ പറ്റിയാണ് പറഞ്ഞു വന്നിരുന്നത്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എക്സ്പെൻസീവ് അറ്റ് ഓൾ. പിന്നെ കിഡ്സ് ആയി പോവാനുമുള്ള നല്ലൊരു സ്ഥലമാണിത്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഡ്യൂറിംഗ് സ്കൂൾ ഹോളിഡേയ്സ് കിഡ്സ് ഗോ ഫ്രീ. പ്രത്യേകിച്ച് ഇനിയിപ്പോ മെയ് ബാങ്ക് ഹോളിഡേ ഒക്കെ വരാൻ പോവാണ്. 3 ദിവസം അവധിയുണ്ട്. മക്കളെയും കൊണ്ട് എവിടേക്കെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഐക്കൺ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ പറ്റിയ ടൈമുമാണ് സ്ഥലമാണ്. ഈ ഒബ്സർവേറ്ററിയിലൂടെ ലണ്ടനിലെ മൈൽസ് ആൻഡ് മൈൽസ് ദൂരത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മോസ്റ്റ് ഓഫ് ദ അട്രാക്ഷൻസും നമുക്ക് ഇവിടെ തന്നെ നിന്നാൽ കാണാം. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ലണ്ടൻ ആയതിനേക്കാളും നന്നായിട്ട് എല്ലാ ഐക്കൺസും അല്ലെങ്കിൽ എല്ലാ ബിൽഡിംഗ്സും ഒക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്നാണ്. ഫാർ ബെറ്റർ. മാത്രമല്ല ആൾക്കാർ വന്ന് നമ്മളെ ഒഴിപ്പിക്കുകയില്ല. എത്ര നേരം വേണമെങ്കിൽ നിൽക്കാം. എന്റെ യൂഷ്വൽ ഡയലോഗ് പോലെ പറയുകയാണെങ്കിൽ ഒരു വെടിക്ക് 5-6 പക്ഷികൾ. പിന്നെ കുടിക്കാനും കഴിക്കാനും പലതരത്തിലുള്ള റെസ്റ്റോറന്റുകളും ബാറുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ബാറുകൾ നല്ല എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല ഇരിക്കാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം തന്നെ വിചാരിച്ചോളൂ. പിന്നെ കുറെ റെസ്റ്റോറന്റുകൾ ഉണ്ട് ഇവിടെ. ഇന്നോവേറ്റീവ് കണ്ടംപററി ബ്രിട്ടീഷ് ക്യൂസീൻ ലഭിക്കുന്ന അക്വാ ഷോട്ട്, ന്യൂയോർക്ക് സ്കൈലൈൻ പ്രചോദനം കൊണ്ടുള്ള കാഷ്വൽ ഡൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒബ്ലേക്സ്, നോർത്തേൺ ചൈനീസ് ക്യൂസീൻ സെർവ് ചെയ്യുന്ന ഹുടോങ്, പിന്നെ ഷാങ്ക്രില ഹോട്ടലിന്റെ വകയായിട്ടുള്ള റെസ്റ്റോറന്റ് എന്നിങ്ങനെ കിഡിലൻ റെസ്റ്റോറന്റ്സ് ആൻഡ് ബാർസ്. ഇതൊക്കെ കേട്ടപ്പോ തന്നെ നിങ്ങളുടെ മനസ്സ് നിറഞ്ഞു കാണും അല്ലെ? അപ്പൊ അങ്ങോട്ട് പോയാലോ? എനിവേ നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നീലനിലാക്കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം കലികൊള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ ഉള്ളിൽ കലികൊള്ളും മിന്നലോ
ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം. മൊഴി തൂവും കാമമോ പൊരുളറിയാതെന്നിൽ മുഴുകുന്നോ വീണു പിടയുന്നോ. പൂന്തേൻ മൊഴി തൂവും കാമമോ പൊരുളറിയാതെന്നിൽ മുഴുകുന്നോ വീണു പിടയുന്നോ. പൂങ്കുയിൽ കൊഞ്ചലിൽ ഒളിയുമൊരഴകാണോ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം. നീലനിലാക്കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ ലണ്ടൻ ഡയറീസുമായത് ഞാൻ ആർജെ മരിയാണ്. ഷോർട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ചുറ്റുമുള്ള കുറച്ച് സംഭവങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഷോപ്പിംഗ്, ഫുഡ്, ട്രാവൽ, കൾച്ചർ എന്നിങ്ങനെയൊക്കെയായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ടവർ ബ്രിഡ്ജും ലണ്ടൻ ബറോ മാർക്കറ്റും ഞാൻ ഇതിനു മുൻപേ പറഞ്ഞിരുന്നു, എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതെല്ലാം ഇവിടെ നിന്ന് 5 മിനിറ്റിൽ എത്തിച്ചേരാവുന്ന സ്ഥലങ്ങളാണ്. ലണ്ടന്റെ മെയിൻ ഐക്കണാണ് ടവർ ബ്രിഡ്ജ്. പിന്നെ എക്സോട്ടിക് ഫുഡും അതുപോലെ ബാക്കി സംഭവങ്ങളൊക്കെ ലഭിക്കുന്ന ബറോ മാർക്കറ്റും വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എത്താവുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമുണ്ട്. അത് ഒത്തിരി പേർക്കൊന്നും അറിയാൻ സാധ്യതയില്ല. ഇറ്റ്സ് കോൾഡ് ആസ് ഹെയ്സ് ഗലേറിയ. ഇതൊരു ബ്യൂട്ടിഫുൾ ഇൻഡോർ മാർക്കറ്റ് ആണ്. നിറയെ ഷോപ്പുകളും ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലങ്ങളും കഫേകളും റെസ്റ്റോറന്റുകളും എല്ലാം തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സ്ഥലം. ഒരു പെർഫെക്റ്റ് അറ്റ്മോസ്ഫിയർ. പിന്നെ റിവർ സൈഡ് പബ്ബുകളും ടവർ ഓഫ് ലണ്ടൻ വ്യൂ ഒക്കെ ആയിട്ട് ഒരു പെർഫെക്റ്റ് ഏരിയ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ടു ചിൽ ഔട്ട് ആഫ്റ്റർ എ ട്രിപ്പ് ടു ദ ഷാർട്ട്. ഷാർട്ടിൽ നിന്നും ഇനി ഫുഡ് കഴിക്കണ്ട എന്നൊക്കെ ഉള്ളവർക്ക് ഇവിടെ തന്നെ വരാം. ഷാർട്ടിൽ നിന്നും ഒരു 5 മിനിറ്റ് നടന്ന് ടൂലി സ്ട്രീറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു ലാർജ് ആട്രിയം ക്ലോസ് മേൽക്കൂരയോട് കൂടിയിട്ടുള്ള ഈ ഷോപ്പിംഗ് സെന്റർ, പ്ലഷർ മോൾ ഒരു റിലാക്സിംഗ് സ്പോട്ട് കൂടിയാണ്. ഗ്രേറ്റ് ടൂറിസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഒക്കെ ആയിട്ട് ബ്രിട്ടീഷ് ഹിസ്റ്ററിയുടെ ഒരു റീജനറേഷൻ പീസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ നമുക്കൊരു പാട്ടോട് കൂടി തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. 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 കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുന്നോറ്റുണ്ടായ കല്യാണം. കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുന്നോറ്റുണ്ടായ കല്യാണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം. കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. ആ കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്.
മത്താപ്പും വേറെ വേണോ? പെണ്ണിന്റെ കണ്ണില് പൂത്തിരി കത്തുമ്പം പകിരിയും മത്തപ്പും വേറെ വേണോ? നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരം വിളി വേറെ വേണോ? നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരം വിളി വേറെ വേണോ? വാരത്തോരം വിളി വേറെ വേണോ? നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിന് കാവാലം കായലിൽ തുള്ളാട്ടം. നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിന് കാവാലം കായലിൽ തുള്ളാട്ടം. പുള്ളിയുടുപ്പുള്ള പൂവാലം തുമ്പിക്ക് പുഞ്ചവരമ്പത്ത് ചാഞ്ചാട്ടോ. പുള്ളിയുടുപ്പുള്ള പൂവാലം തുമ്പിക്ക് പുഞ്ചവരമ്പത്ത് ചാഞ്ചാട്ടോ. പുഞ്ചവരമ്പത്ത് ചാഞ്ചാട്ടം. കൈകൊട്ടു പെണ്ണ് കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട് കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റു നോറ്റുണ്ടായ കല്യാണം. കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റു നോറ്റുണ്ടായ കല്യാണം. നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാഞ്ചാനന്റെ തപ്പു വേണം. നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാഞ്ചാനന്റെ തപ്പു വേണം. കൈകൊട്ട് പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. 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 വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. ലണ്ടൻ ഡയറീസുമായി ഞാൻ ആജയ് മരിയാണ് നിങ്ങളുടെ കൂടെ. നമ്മൾ ഈ ഹെയ്സ് ഗലേറിയയിലൊക്കെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുമ്പോ ഒരു വലിയൊരു ഷിപ്പ് നങ്കൂരിട്ടിരിക്കുന്നത് കാണാം. അതവിടെ സ്ഥിരമായിട്ടുള്ള കേട്ടോ, ഒരു ഫ്ലോട്ടിംഗ് മ്യൂസിയം ആണെന്ന് തന്നെ പറയാം. HMS ബെൽഫാസ്റ്റ് വേൾഡ് വാർ 2 സെർവ് ചെയ്തിട്ടുള്ള ഒരു ഷിപ്പാണിത്. എൻട്രി ഫ്രീ, അഡൽട്സിന് 12 പൗണ്ടും കിഡ്സിന് ഫ്രീയും ആണ്. നമ്മൾ അതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വോറിന്റെ ടൈമിൽ കടലിൽ എങ്ങനെയാണ് ഈ സെയിലേഴ്സ് ഒക്കെ ജീവിച്ചിരുന്നത് എന്നൊക്കെ തൊട്ടടുത്ത് അനുഭവിച്ചറിയാൻ പറ്റും. എ യുണീക് എക്സ്പീരിയൻസ്. പക്ഷെ ഒത്തിരി പാമ്പും കോണിയൊക്കെ കളിക്കാൻ തയ്യാറായിക്കോളൂ കേട്ടോ. ചുമ്മാ പറഞ്ഞാ പക്ഷേ ഒത്തിരി ലാഡേഴ്സ് ഒക്കെ ഉണ്ട് ഇതിനുള്ളില്. ഷിപ്പിന്റെ പല ഭാഗത്തേക്ക് കടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ മ്യൂസിയത്തിന്റെ പല സ്ഥലത്തേക്ക് കാണണമെങ്കിലും കടക്കണമെങ്കിലും ഈ കോണിയൊക്കെ കയറി വേണം. അവരുടെ ഓഡിയോ ടൂറും വേർത്താണ്. അതും കേട്ട് ഈ ഷിപ്പിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോ നമ്മളും പഴയ സോൾജിയേഴ്സ് വേൾഡ് വാർ 2 സമയത്ത് HMS ബെൽഫാസ്റ്റിൽ ജീവിച്ചിരുന്നത് പോലെ ഒരു പ്രതീതി കിട്ടും. പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതുമാണ് കേട്ടോ. ഒരു 1.5 മണിക്കൂർ ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യാം. സോ നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. You're my destiny. മുത്തുമഴ കുഞ്ചൽ പോലെ തൊട്ടുരുമ്മും തിന്നൽ പോലെ നെഞ്ചില്ലോരോ മൺപാട്ടുമായി എൻ മുന്നിൽ വന്നതെന്തിനോ എന്നും എന്നുള്ളിൽ തിരിനീട്ടി നിൽക്കുമഴകേ. ഓ
You're my destiny. നെഞ്ചില്ലോരോ മൺപാട്ടുമാ എന്നും എന്നുള്ളിൽ തിരിനീട്ടി നിൽക്കുമഴകേ You're my You're my destiny. അറിയാതെ കനവിൽ നീ കതിർനിലാവിരത്തൊടും നേരം വിഴിയിൽ നിലവിനിതളാൽ പ്രണയമെഴുതിയ താരദീപമേ ഒഴുകുമേ You're my നെഞ്ചില്ലോരോ മൺപാട്ടുമാ എൻ മുന്നിൽ വന്നതെന്തിനോ എന്നുള്ളിൽ തിരിനീട്ടി നിൽക്കുമഴകേ You're my വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. യു ആർ ലിസണിംഗ് ടു ലണ്ടൻ ഡയറീസ്. ഞാൻ ആജെ മരിയാണ്. ഷോർട്ടിനോടനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ ഞാൻ മനഃപൂർവ്വം മറക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നാണ് ദ ലണ്ടൻ ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ആൻഡ് ടോംസ്. ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ കഴിഞ്ഞാലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ലണ്ടൻ ആയുടെ അടുത്തുള്ള ലണ്ടൻ ഡഞ്ചൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഏകദേശം അതേപോലെ തന്നെയുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു സ്കേറിയസ്റ്റ് അട്രാക്ഷൻ. ഇത് നിങ്ങളെ ഒത്തിരി കൊലപാതകങ്ങളും ദുർമരണങ്ങളും ഒക്കെ നടന്നിട്ടുള്ള ലണ്ടൻ ബ്രിഡ്ജിലെ 2000 വർഷത്തോളം പഴക്കമുള്ള ഒരു ഹിസ്റ്ററിയിലോട്ടുള്ള മടങ്ങിപ്പോക്ക് കൂടിയായിരിക്കും. ഒരിക്കൽ ശ്മശാനമായിരുന്ന ശവകുടീരങ്ങളുടെ കൂമ്പാരമായിരുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോയാൽ എങ്ങനെയിരിക്കും? അതുപോലെ ഇരിക്കും. പേടിച്ചോ നിങ്ങള്? ഈ പേടി കൊണ്ടാണ് ഞാൻ 2 ആൾക്കാരെ എന്റെ വലത്തും ഇടത്തും മുറുക്കെ പിടിച്ചിട്ടാണ് പോയത്. ഇനി അവര് പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ ഇതൊരു എഡ്യൂക്കേഷൻ ട്രിപ്പായിട്ട് കൂട്ടാന്നാണ് അവര് പറയുന്നത്. എവിടെ കൊണ്ടാണ് എഡ്യൂക്കേഷൻ ട്രിപ്പ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് എനിവേ, അവരുടെ മെയിൻ ഐഡിയ അതിഥികളെ പേടിപ്പിക്കുക എന്നാണ്. ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അഗെയിൻ, എന്നെ പോലെയുള്ള ദുർബല ഹൃദയങ്ങൾ അല്ലെങ്കിൽ ഹൃദയന്മാർ, അതായത് ഫെയിന്റ് ഹാർട്ടഡ് ആയിട്ടുള്ളവരെ പോകേണ്ട സ്ഥലമേ അല്ല എന്നർത്ഥം. ഈ പേടിയൊക്കെ പോവാൻ നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തന്നെ തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. അരികെ നിന്നാലും അറിയുവാനാവുമോ സ്നേഹം? വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ?
വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ? താനെ വന്നു നിറയുന്നതോ നെഞ്ചിൽ നിന്നു മുഴുകുന്നതോ സ്നേഹമെന്തെന്നു തേടി നാം എന്നുമേ. തിങ്കളിൻ തോപ്പിലെ കലമാൻ പേടയോ മുന്നിലെ മറുവിലെ ഇളനീർ പന്തലോ മണിമിന്നൽ പോലെ ഒളിമിന്നിടും ഒരു മായ മാത്രമാണോ? അതു വാക്കിലൂടെ ഉരിയാടുവാൻ കഴിയാത്ത ഭാവമാണോ? സ്നേഹമെന്തെന്നു തേടി നാം എന്നുമേ. അരികെ നിന്നാലും അറിയുവാനാവുമോ സ്നേഹം വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ? താനെ വന്നു നിറയുന്നതോ നെഞ്ചിൽ നിന്നു മുഴുകുന്നതോ സ്നേഹമെന്തെന്നു തേടി നാം എന്നുമേ. LMR, the station that loves God's own country and its people. London Malayalam Radio. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ RJ മരിയാണ് നിങ്ങളുടെ കൂടെ ലണ്ടൻ ഡയറീസുമായി. ഇനി ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറി എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം. ഷാർഡിന്റെ തൊട്ടടുത്ത് തന്നെ. ഇത് പറയപ്പെടുന്നത് മോർ ലണ്ടൻ എന്നാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു ബിസിനസ് പാർക്കായിട്ട് തുടങ്ങിയതാണിത്. എന്നാൽ ഇപ്പോ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളില്ല. എന്നാലും നിറയെ ബെഞ്ചുകളും ഗ്രീൻ സ്പേസ് ഒക്കെ ആയിട്ട് ഇരിക്കാനും പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനും പറ്റിയ സ്പോട്ട് കൂടിയാണിത്. ഇനി സമ്മറാവാൻ കാത്തു നിൽക്കേ വേണ്ടു. ഒരു മെയ് ജൂൺ ഒക്കെ ആവുമ്പോഴേക്കും അവരവരുടെ വാട്ടർ ജെറ്റ് സ്പ്രേ ഒക്കെ ആയിട്ട് ഒരു കിഡ്ലൻ പ്ലേ ഏരിയ തന്നെ സെറ്റപ്പ് ചെയ്യും. സോ നമുക്ക് ഇവിടെ യാത്ര അവസാനിപ്പിക്കേണ്ട ടൈമായി. സജഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കണം. അറിയിക്കേണ്ട മെയിൽ ID maria@lmrlive.com. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം പേജസ് RJ Maria Abraham. സോ എല്ലാ ചൊവ്വാഴ്ചയും 8 മണി മുതൽ 9 മണി വരെ ഞാൻ നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടാവും. സോ കാണണം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളിത്തേനുണ്ടോ? പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി, ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ? കുറുനില കൊണ്ടൻ മനസ്സിൽ ഏഴുനില പന്തലൊരുങ്ങി, ചിറകടിച്ചതിനകത്തിൻ ചെറുമഞ്ഞ കിളിക്കുറുങ്ങി, കിളിമരത്തിന്റെ തളിർ ചില്ലത്തുമ്പിൽ കുണുങ്ങുന്നു മെല്ലെ കുരുക്കുത്തി മുല്ല. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളിത്തേനുണ്ടോ?
പൂത്താരകങ്ങൾ പൂത്താലി കോർക്കും പൂക്കാലരാവിൽ പൂക്കും നിലാവിൽ. പൂത്താരകങ്ങൾ പൂത്താലി കോർക്കും പൂക്കാലരാവിൽ പൂക്കും നിലാവിൽ. ഉടയും തരിവളതൻ ചിരിയും നീയും പിടയും കരിമിഴിയിൽ അലിയും ഞാനും. തണുത്ത കാറ്റും തുടുത്ത രാവും നമുക്കുറങ്ങാൻ കിടക്ക നീർത്തും താലോലമാലോലമാടാൻ വരൂ. കരളിലെ ഇളം കരിയില കിളി ഇണങ്ങിയും മെല്ലെ തിണങ്ങിയും ചൊല്ലി പൂക്കാലം വന്നു പൂക്കാലം. തേനുണ്ടോ തുള്ളി തേനുണ്ടോ പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ. പൂങ്കാറ്റിനുള്ളിൽ പൂച്ചൂടി നിൽക്കും പൂവാകയിൽ നാം പൂമേട തീർക്കും. പൂങ്കാറ്റിനുള്ളിൽ പൂച്ചൂടി നിൽക്കും പൂവാകയിൽ നാം പൂമേട തീർക്കും. ഉണരും പുതുവെയിലിൻ പുലരിക്കൂടിൽ പടരും നറുമലരിൻ ഇതളിൻ ചൂടിൽ. പറന്നിറങ്ങും ഇണക്കിളീനിൻ കുരുന്നു തൂവൽ പുതപ്പിനുള്ളിൽ തേടുന്നു തേടുന്നു വേനൽക്കുടിൽ. ഒരു മധുകണം ഒരു പരിമളം ഒരു കുളിരല ഇരു കരളിനും. പൂക്കാലം വന്നു പൂക്കാലം. തേനുണ്ടോ തുള്ളി തേനുണ്ടോ പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ. ഒരു നിലകൊണ്ടൻ മനസ്സിൽ ഏഴുനില പന്തലൊരുങ്ങി. ചിറകടിച്ചതിനകത്തിൻ ചെറുമഞ്ഞ കിളി കുറുമി. കിളിമരത്തിന്റെ തളിർജില്ല തുമ്പിൽ കുണുങ്ങുന്നു മെല്ലെ കുരുക്കുത്തിമുല്ല. പൂക്കാലം വന്നു പൂക്കാലം. ചൂടുണ്ടോ